ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 48, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. യുവാമവാപ്തൗ കുഘുവാത്മനാം ചിരം ഹരിം നിരീക്ഷ്യാത പദം സ്വമാപ്തമം ആപ്തദം ഇതീരിതീത്തൗ ഭവദീക്ഷണസ്പൃഹാം ഗതൗ വൃജാന്തേ കുഘുവൗ ബഭൂവധുഃ. അന്വയം അർത്ഥം. യുവാം നിങ്ങൾ രണ്ടുപേരും, ചിരം വളരെക്കാലമായി, കുഘുപാത്മതാം മരുതുവൃക്ഷങ്ങളുടെ രൂപം, അവാപ്തു പ്രാപിച്ചിട്ട്, അധ പിന്നീട്, ഹരിം വിഷ്ണുവിനെ, നിരീക്ഷ്യ കണ്ടറിഞ്ഞിട്ട്, സ്വന്തമായ, പദം സ്ഥാനം, ആപ്തതം പ്രാപിക്കപ്പെട്ട്, ഇതി എന്നിപ്രകാരം, ഈരിതൗ പറയപ്പെട്ടവരായ, തൗ അവർ രണ്ടുപേരും, ഭവദീക്ഷണസ്പൃഹാം അങ്ങനെ അങ്ങയെ കാണാനുള്ള ആഗ്രഹത്തെ, ഗതൗ പ്രാപിച്ചവരായി, വൃജാന്തേ ഗോകുലത്തിനു സമീപം, കുകുവൗ ഒരു മരുത് വൃക്ഷങ്ങളായി തീർന്നു. സാരം: വളരെക്കാലം മരുതുവൃക്ഷങ്ങളായി വിഷ്ണുവിനെ നേരിൽ കണ്ട് സ്വന്തം സ്ഥാനം പ്രാപിക്കുമെന്ന് നാരദവചനം അനുസരിച്ച് അവർ രണ്ടുപേരും ഭഗവത് ദർശനത്തിനുള്ള ആഗ്രഹം സാധിച്ചവരായി തീരാൻ വേണ്ടി ഗോകുലത്തിനടുക്കൽ മരുതുമരങ്ങളായി സ്ഥിതി ചെയ്തു. ഹരി ഓം. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാമന്തരഗാമിനാ ത്വയാം സ്ഥിരായിതോ ഉലൂകലരോധ നിർദുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരോ. അന്വയമർത്ഥം. മന്ദരഗാമിന മന്ദം നടക്കുന്നവനും, തഥാവിധം അപ്രകാരം, ഇന്ദ്രദ്രുയുഗം 2 അർജുനവൃക്ഷത്തെയും, അതന്ത്രം വേഗം, സമേയുഷ സമീപിച്ചവനും ആയ, ത്വയ അങ്ങയാൽ, സ്ഥിരായിതോ ഉലൂകല രോധനിർധൂതൗ വിലങ്ങനെ നിന്ന ഉരലിൻ്റെ തടസ്സം കൊണ്ട് ഇളക്കപ്പെട്ടതും, ചിരായ വളരെക്കാലമായി, ജീർണവും ജീർണിച്ചവയുമായ, തരു 2 വൃക്ഷങ്ങളും, പരിപാതിതൗ നിലം പതിപ്പിക്കപ്പെട്ടു. ഹരി ഓം. സാരം: വിലങ്ങനെ നീങ്ങിയ ഉരലിൻ്റെ വശങ്ങൾ 2 മരുതുവൃക്ഷങ്ങളിലും തടഞ്ഞ് ഭഗവാന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വൃക്ഷങ്ങൾ 2 ഇളകി കുലുങ്ങി മറിഞ്ഞു ഭൂമിയിൽ പതിച്ചു. ഹരി ഓം.